മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് സമത്വം. ആരും ആർക്കും കീഴ്പ്പെട്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ സമത്വത്തിൽ ജീവിക്കുവാനാണ്. എന്നാൽ അതൊരു അസാധ്യ സ്വപ്നമായി മാത്രം നിലകൊള്ളുന്നു എന്ന് തോന്നുന്നില്ലേ? എന്താണ് ഒരു പരിഹാരം? ജീവസന്ദേശത്തിൻ്റെ എഫേസ്യ ലേഖന പഠനത്തിലേക്ക് സ്വാഗതം. എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14 വരെയുള്ള വാക്യങ്ങളായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചത്. കർത്താവിന് മനുഷ്യരോടുള്ള സ്നേഹം, കരുണ, കൃപ തുടങ്ങിയ വിഷയങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുവാനിടയായി. ദൈവം വളരെ അകലെയിരിക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണെന്ന് നാം പഠിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. താങ്കൾ ക്രിസ്തുവിങ്കിലേക്ക് വരുമ്പോൾ താങ്കളെ ഒരു കൂട്ടത്തിലേക്ക് ചേർത്ത് എന്ന് മാത്രമല്ല, ദൈവം മുൻപാകെ എല്ലാവരോടും സമരായി നിൽക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലത്തേക്കും കൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു സമത്വം, തുല്യത. ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുന്നു, നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുന്നു, നാം ഒരേ നിലയിലാകുന്നു. കൂടിയവനും കുറഞ്ഞവനുമെന്നില്ല. ക്രിസ്തുവിൽ മാത്രമേ യഥാർത്ഥ സമത്വം കാണുവാൻ കഴിയൂ സുഹൃത്തെ. അത് അനുഭവിക്കുവാൻ അവിടെ മാത്രമേ കഴിയൂ. അതുകൊണ്ട് ക്രിസ്തുവിലായിത്തീർന്നിട്ടുള്ള വിശ്വാസികളുടെ ഇടയിൽ ഇന്ന് ഒരു വിഷയത്തിന്മേലും ഒരു വേർതിരിവിൻ്റെ, ഭിന്നതയുടെ കാരണമുണ്ടാകുവാൻ പാടില്ല. നമ്മെ ക്രിസ്തുവിൽ ഒന്നാക്കി തീർത്തിരിക്കുകയാണ്. കുടുംബത്തിൻ്റെ പേരിലോ, ഭാഷയുടെ പേരിലോ, വർഗത്തിൻ്റെ പേരിലോ, നിറത്തിൻ്റെ പേരിലോ, രാഷ്ട്രത്തിൻ്റെ പേരിലോ, സഭയുടെ പേരിലോ ഒരു വിധത്തിലുമുള്ള ഒരു വേർതിരിവ് ഉണ്ടാകുവാൻ പാടുള്ളതല്ല. ഞാൻ കുറഞ്ഞവനാകുന്നു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാനോ അവൻ കുറഞ്ഞവനെന്ന് പറഞ്ഞ് ഒഴിച്ചു നിർത്തുവാനോ ആർക്കും അവകാശമില്ല. അങ്ങനെ ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം അങ്ങനെ ചിന്തിക്കുന്നവർ ഇതുവരെ ക്രിസ്തുവിലായിട്ടില്ല എന്നത്രേ. അതിന് പ്രായോഗിക തടസ്സമുണ്ടെന്നൊക്കെ വെറുതെ ഉപാധി പറയരുത്. ഞങ്ങൾ തറവാടികളാകുന്നു, അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കണമെന്നൊക്കെയുള്ള ചിന്താഗതി വെച്ചുകൊണ്ട് ഒരു ദൈവ പൈതലിന് മുമ്പോട്ട് പോകുക സാധ്യമല്ല. താങ്കൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് ഒരു ദൈവ പൈതലായി തീർന്നിട്ടുണ്ടെങ്കിൽ താങ്കൾ ആരായിക്കൊള്ളട്ടെ, നിത്യത മുഴുവൻ നാം ഒരുമിച്ച് ജീവിക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് വല്ലപ്പോഴും ഇവിടെ നാം സഹകരിക്കുന്നതിൽ തെറ്റുണ്ടോ? ഈ മനോഭാവം മാത്രമേ സഭകളിൽ പോലും ഐക്യം കൊണ്ടുവരൂ. മലയാളികളായ നമ്മുടെ സഭകളിൽ ഈ വർണ്ണവർഗ വ്യത്യാസം വളരെയാണ്. ഇതൊരിക്കലും ദൈവികമല്ല. അറിയാതെയെങ്കിലും അങ്ങനെ ഒരു വേർതിരിവിനെക്കുറിച്ച് താങ്കൾ ചിന്തിച്ചു പോകുന്നു എങ്കിൽ അതിൽ നിന്നും വിടുതൽ പ്രാപിക്കണം. ഈ വിവാഹക്കാര്യം വരുമ്പോഴാണ് ഇത് ഏറ്റവും അധികം വെളിവാകുന്നത്. എല്ലാം ശരിയാണ്, എന്നാലും അവരുടെ കുടുംബം നമുക്കറിയാവുന്നതല്ലേ. എന്തൊരു കഷ്ടമല്ലേ. കുടുംബത്തെയാണോ താങ്കൾ വിവാഹം കഴിക്കുന്നത്? ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ഇത് ക്രിസ്തുവിലായവരുടെ കാര്യമാണ്. അല്ലാത്തവർ പ്രാവർത്തികമാക്കുവാൻ അവർ ശ്രമിച്ചാൽ പോലും പരാജയപ്പെടും. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തെ വ്യത്യാസം വാസ്തവത്തിൽ ഒരു യഹൂദനും യഹൂദേതരനും തമ്മിലാണ്. അവർ തമ്മിലുള്ള സമാധാനം ക്രിസ്തുവാകുന്നു.
അവനിലൂടെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ നടിച്ചുവർ, ആ വേലിക്കെട്ട്, ആ വേർപാട്, അവർ തമ്മിലുണ്ടായിരുന്ന ശത്രുത തകർത്ത് കളഞ്ഞിരിക്കുന്നു. അവനെ ഒരു പുതിയ മനുഷ്യനാക്കിയിരിക്കുന്നു. നമ്മെ ക്രിസ്തുവിൽ ഒന്നിച്ചാക്കിയിരിക്കുന്നു. അവിടുന്ന് സമാധാനമുണ്ടാക്കി. അതിൻ്റെ അർത്ഥം നമുക്കിന്ന് ദൈവത്തോട് സമാധാനമുണ്ട്. ആയതിനാൽ നമുക്ക് അന്യോന്യവും സമാധാനമുണ്ടായിരിക്കേണ്ടതാണ്. ഈ വസ്തുത നാം പലപ്പോഴും മറന്നു കളയുന്നതിനാൽ വ്യക്തിജീവിതങ്ങളിലും കുടുംബജീവിതങ്ങളിലും സാമൂഹ്യ ജീവിതങ്ങളിലും അസ്വസ്ഥത നിലനിൽക്കുന്നു. ദൈവത്തിൻ്റെ നിരപ്പിൻ്റെ ശുശ്രൂഷ പൂർണ്ണമായി കഴിഞ്ഞു. താങ്കൾ വരുവാൻ തയ്യാറാണെങ്കിൽ താങ്കളെ സ്വീകരിക്കുവാൻ ദൈവം തയ്യാറാണ്. അതുകൊണ്ട് ഇന്നുള്ള ദൂത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നതാണ്. ആകയാൽ ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ. താങ്കൾ അവനുമായി നിരപ്പ് പ്രാപിച്ചാൽ താങ്കളെ ഒരു പുതിയ കൂട്ടത്തിലേക്ക് കൊണ്ടുവരികയും അവിടെ താങ്കൾ ഒരു യഹൂദനാണോ യഹൂദനല്ലയോ ഒരു വ്യത്യാസവും അവിടെ ഉണ്ടാക്കുന്നില്ല. വിഷയം താങ്കളുടെ ത്വക്കിൻ്റെ നിറവും ഒരു വ്യത്യാസവും ഉണ്ടാക്കില്ല. വെളുത്തതോ ചുമന്നതോ കറുത്തതോ തവിട്ട് നിറമോ ഇനി അല്പം പച്ച കലർന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എല്ലാം ക്രിസ്തുവിൽ ഒന്നത്രേ. നമ്മെ ഒരു പുതുമനുഷ്യനായി ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മിലും നമുക്ക് തമ്മിലും സമാധാനം ഉണ്ടായിരിക്കേണ്ടതത്രേ. ദൈവം മുൻപാകെ 2 കൂട്ടം മനുഷ്യർ മാത്രമേ ഉള്ളൂ. നമുക്കും അങ്ങനെ മാത്രമേ ഉണ്ടായിരിക്കാവൂ. പാപികളും രക്ഷിക്കപ്പെട്ട പാപികളും. ഈ ഭാഗത്തെ ഊന്നൽ ക്രിസ്തു എന്ന മഹത്വമേറിയ വ്യക്തിയിലാണ്. ക്രൂശിൽ അവൻ സമാധാനമുണ്ടാക്കിയെന്ന് മാത്രമല്ല, അവനിൽ ആശ്രയിക്കുന്നവരെ അവനിൽ അവൻ ആക്കി വെക്കുകയും അവരെ പുതിയ മനുഷ്യരാക്കുകയും ചെയ്തു. യഹൂദനെ മറ്റ് ജാതികളിൽ നിന്നും വേർതിരിച്ചതിലൂടെ ആദിയിൽ ദൈവം ഒരു വ്യത്യാസം വരുത്തിയിരുന്നു. അങ്ങനെ യഹൂദൻ സ്വാഭാവികമായുള്ളൊരു ആത്മിക അഹങ്കാരം വളർത്തിയെടുത്തു. ഇത് യഹൂദനും അല്ലാത്തവരും തമ്മിലുള്ള ആത്യന്തിക പകയിലേക്ക് വഴിതെളിയിച്ചു എന്ന് ചരിത്രം കാണിക്കുന്നു. എന്നാൽ ഒരു യഹൂദനും യഹൂദനല്ലാത്ത ഒരുവനും ക്രിസ്തുവിലായിത്തീരുമ്പോൾ അവിടെ സമാധാനമുണ്ട്. പുതിയ സ്ഥിതിയിലായി എന്നതുകൊണ്ട് മാത്രമല്ല സമാധാനം, പിന്നെയോ പുതിയതെന്തോ സ്ഥാപിക്കപ്പെട്ടു എന്നതുകൊണ്ടും കൂടി ഉണ്ടാകുന്ന സമാധാനമാണ്. പൗലോസ് ഇതിനെ ഒരു പുതിയ മനുഷ്യനായി എടുത്തു കാണിക്കുന്നു. അതുകൊണ്ടത്രേ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ പറഞ്ഞു, യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയല്ലാത്തവരാകുവീൻ എന്ന്. ഇവിടെ പറയുന്ന സഭ പുതിയ മനുഷ്യനാണ്. ജാതികളെ യഹൂദന്മാരുടെ നിലവാരത്തിലേക്ക് ഉയർത്തി എന്നല്ല ഇതിൻ്റെ അർത്ഥം. ദൈവം ഇരുകൂട്ടരെയും ഒരു ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തി എന്നത്രേ ഇവിടുത്തെ ചിന്ത. ആദ്യകാലത്ത് സഭയിലുണ്ടായിരുന്ന ഒരു സഭാപിതാവ് ക്രിസോസ്റ്റം പറഞ്ഞ ഒരു ഉദാഹരണം ഞാനിവിടെ പറയാം. അദ്ദേഹം പറഞ്ഞു, 2 പ്രതിമകൾ ഉണ്ടെന്നിരിക്കട്ടെ. ഒന്ന് വെള്ളി കൊണ്ടുള്ളതും മറ്റേത് ഓടുകൊണ്ടുള്ളതും. അവ രണ്ടും ഉരുക്കിയെടുക്കേണ്ടതായി വന്നു. അങ്ങനെ ഉരുക്കുമ്പോൾ രണ്ടും സ്വർണമായി വെളിയിൽ വരുന്നു. അങ്ങനെ അവൻ രണ്ടിനെയും ഒന്നാക്കി തീർത്തു. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? നമ്മെ ക്രിസ്തുവിൽ ഒന്നാക്കിയത് എങ്ങനെ എന്നുള്ളതിൻ്റെ അതിമഹത്തായ ഒരു ഉദാഹരണം അത്രേ ഇത്. ക്രിസ്തുവിലായിത്തീർന്നിട്ടുള്ളവരാലാകുന്നു ഒരു യഥാർത്ഥ സഹോദര ബന്ധമുണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകണമെന്നത് അത്രേ ദൈവിക പ്രമാണം. ഈ നാട്ടിലെ ഏറ്റവും ഉയർന്ന കുടുംബത്തിൽ ജനിച്ച ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കും ഒരുപക്ഷെ ഈ പറയുന്ന ആൾ. ഒരു ദൈവ പൈതലല്ല എങ്കിൽ ആ വ്യക്തി എൻ്റെ സഹോദരനല്ല. എന്നാൽ കിടപ്പാടമില്ലാതെ കടത്തിണ്ണയിൽ എവിടെങ്കിലും കിടന്നുറങ്ങി പകലന്തിയോളം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയായിരിക്കും. എന്നാൽ അദ്ദേഹം ഒരു ദൈവ പൈതലാകുന്നുവെങ്കിൽ എൻ്റെ സഹോദരനാണ്. നാം പുതുതാണ്, നാം ക്രിസ്തുവിലാകുന്നു. അതെ, ഒരു പുതിയ മനുഷ്യൻ. ഇതാകുന്നു ആ കെട്ടിടം.
ദൈവാലയം എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവം ഇന്ന് പണിയുന്ന മന്ദിരം അതാണ് ക്രിസ്തുവിൻ്റെ സഭ. 15-ാം വാക്യത്തിൽ നാം കാണുമ്പോൾ സമാധാനം ഉണ്ടാക്കി എന്ന് പറഞ്ഞിരിക്കുന്നത് യഹൂദനെയും ജാതിയെയും ബന്ധപ്പെടുത്തിയാണ്. യഹൂദനും ജാതിയും ക്രിസ്തുവിൻ്റെ ക്രൂശിങ്കൽ പാപികളായി വന്നു കഴിയുമ്പോൾ അവരെ ഒരു പുതിയ സൃഷ്ടിയായി തീർക്കുന്നു. അവർ ഒരു പുതിയ മനുഷ്യനായിത്തീരുന്നു. ക്രിസ്തുവിൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു. മോശയുടെ സമാഗമന കൂടാരത്തിന് ശേഷം വന്ന പഴയ നിയമ ദൈവാലയം പല ഭാഗങ്ങളുണ്ടായിരുന്ന ഒരു ദൈവാലയമായിരുന്നു. 3 ഭാഗത്തിലേക്കും ഓരോ കവാടം വെച്ച് 3 കവാടങ്ങളുണ്ടായിരുന്നു ആ ദൈവാലയത്തിന്. പുറത്തെ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അതുകൂടാതെ പുരോഹിതന്മാർക്കായി, ഇസ്രായേൽ മക്കൾക്കായി, സ്ത്രീകൾക്കായി, യഹൂദന്മാരല്ലാത്തവർക്കായി വേറെ വേറെ സ്ഥലങ്ങൾ തിരിച്ചിരുന്നു. ക്രിസ്തു തൻ്റെ മരണത്താൽ ജനങ്ങളെ തമ്മിൽ വേർതിരിച്ചിരുന്ന തിരശീല മാറ്റിക്കളഞ്ഞു. അവിടുന്ന് പ്രാകാരത്തിലേക്കുള്ള വഴിയായും വിശുദ്ധ സ്ഥലത്തേക്കുള്ള സത്യമായും അതിവിശുദ്ധ സ്ഥലമായ ജീവനായും തീർന്നു. ഇപ്പോൾ നാം ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ്. അവൻ്റെ അടുത്തേക്ക് വരുന്നവരെ അവരുടെ ചെറിയ ചെറിയ വളച്ചുകെട്ടിൽ നിന്നും മാറ്റി ക്രിസ്തുവിലാക്കുകയാണ്. അതെ, മറച്ചുകെട്ടുകളൊന്നുമില്ലാത്ത പുതിയ മന്ദിരത്തിൽ. ഈ വേലിക്കെട്ടുകളെല്ലാം ഇല്ലാതാക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ ക്രൂശ്. ദൂരസ്ഥന്മാരായിരുന്ന ജാതികളോടും സമീപസ്ഥന്മാരായിരുന്ന യഹൂദന്മാരോടും സുവിശേഷം പ്രസംഗിച്ചു. എത്ര മഹത്തായ ഒരു ചിത്രമാകുന്നു ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇനിയും 18-ാം വാക്യം നോക്കാം. 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. ഈ ചെറിയ വാക്യം ഒരു വലിയ ഉന്നതമായ വാക്യമാണെന്നുള്ള കാര്യം താങ്കൾ ശ്രദ്ധിച്ചോ? ഒരു ചെറിയ അണു പോലത്തെ ഒരു കാര്യമാണിത്. ഇതിൽ ത്രിയേകത്വം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തു മുഖാന്തരം നമുക്കും ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ, അത് പരിശുദ്ധാത്മാവ്, പിതാവിങ്കലേക്ക്, പിതാവായ ദൈവം, പ്രവേശനമുണ്ട്. പാപികൾ എന്ന നിലയിൽ യഹൂദനും യഹൂദേതരനും ഒരേ സ്ഥാനത്താണ്. അതെ, ക്രൂശിൻ്റെ ചുവട്ടിൽ. അതിനോട് ചേർത്ത് ക്രിസ്തുവിൽ അവർക്ക് ഇരുവർക്കും ദൈവത്തോട് ഒരുപോലുള്ള സമീപനം സാധ്യമാണ്. ഏതൊരു മനുഷ്യനും ലഭിക്കാവുന്ന ഏറ്റവും മഹത്വകരമായ ഒരു പദവിയാണത്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും ഒരുപോലെയാകുന്നു. പഴയ കാലത്ത് സാധിക്കാതിരുന്ന ഒന്നത്രേ ഈ പറഞ്ഞത്. ഇസ്രായേലിലെ മഹാപുരോഹിതന് മാത്രമേ ആണ്ടിലൊരിക്കൽ ദൈവസന്നിധിയിലേക്ക്, അതായത് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നാകട്ടെ ജാതി വ്യത്യാസമില്ലാതെ ദൈവസന്നിധിയിലേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നു. കാലം, ദേശം, സമയം ഇവയൊന്നും തടസ്സമല്ല. പ്രാർത്ഥനയിലൂടെ ദൂരസ്ഥന് കൃപാസനത്തിൽ അതിൻ്റെ മുമ്പിൽ ചെന്ന് സാഷ്ടാംഗം വീണ് പിതാവേ എന്ന് സംബോധന ചെയ്യുവാനുള്ള അവകാശം ലഭിച്ചു. അതെ, വീണ്ടെടുപ്പിൻ വേലയുടെ ഫലമായി ഒരു ക്രിസ്തു വിശ്വാസിക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ കഴിഞ്ഞു. എത്ര വലിയൊരു പദവിയിലാണ് ദൈവമക്കൾ ഇന്ന് ആയിരിക്കുന്നത്. ഞാൻ ഇനിയും 19ഉം 20ഉം വാക്യങ്ങൾ വായിക്കാം. 19ഉം 20ഉം. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. യഹൂദേതരായ വിശ്വാസികളെ പൗലോസ് ഓർപ്പിക്കുന്നത്, ഒരിക്കൽ അവർ അന്യന്മാരും ദൈവത്തിൽ നിന്നും അകന്നവരുമായിരുന്നെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി അത്യന്തം നല്ലതായിട്ടുണ്ട്. അവർ മേലിൽ അന്യന്മാരും പരദേശികളുമല്ല, അവർ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരത്രേ.
ഇവിടെ വിശുദ്ധന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് പഴയ നിയമ വിശുദ്ധന്മാരെ സൂചിപ്പിച്ചുകൊണ്ടല്ല എന്ന് മനസ്സിലായല്ലോ. യഹൂദേതരരായ വിശ്വാസികൾ യഹൂദന്മാരായ പുതിയ നിയമ വിശുദ്ധന്മാരുടെ, അതായത് ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളുമായി സഹപൗരന്മാരാകുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഒരു കുടുംബത്തിൽപ്പെട്ടവരാണ് ഇവർ. ശുശ്രൂഷകന്മാരെ പോലെ അല്ല, ബന്ധുക്കളെ പോലെ ദൈവഭവനത്തിലെ അംഗങ്ങളായി അവർ അവന് പ്രിയ മക്കളാണ്. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവൻ്റെ നാമം നിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. നാം ചെറിയ കുട്ടികളാണ്, കുഞ്ഞുങ്ങളാണ്. ഇതൊരു പുതിയ ബന്ധമാണ്, പഴയ നിയമത്തിന് അന്യമായൊരു ബന്ധം. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദിനെ പോലും എൻ്റെ ദാസനായ ദാവീദെന്നാണ് വിളിച്ചിരിക്കുന്നത്. മോശയെക്കുറിച്ചും എൻ്റെ ദാസൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പൗരത്വം ഭൂമിയിലെ ഇസ്രായേലിലോ യെരുശലേമിലോ അല്ല, പിന്നെയോ സ്വർഗത്തിൽ. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്നും കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നാം ഇപ്പോൾ സഹപൗരന്മാരാണ്. ഈ കാലത്ത് നാം സ്വർഗത്തിനുള്ള വ്യക്തികളാകുന്നു. അന്യന്മാരും പരദേശികളുമല്ല എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥവ്യാപ്തി വളരെയാണ്. അന്യന്മാർ എന്നാൽ മറുനാട്ടുകാർ എന്ന അർത്ഥമാണല്ലോ. ഒരു പാപി ദൈവരാജ്യത്തിന് അന്യനാണ്. പരദേശികൾ എന്നാൽ അന്യരാജ്യക്കാരെങ്കിലും തൽക്കാലം മറ്റൊരിടത്ത് താമസിക്കുന്നവരാണ്. രണ്ട് കൂട്ടർക്കും പൗരത്വമില്ല. എന്നാൽ ക്രിസ്തുവിലൂടെ ദൈവ പൈതലായിത്തീരുന്ന ഒരു വ്യക്തിയുടെ നില ഇതിന് നേരെ വിപരീതമാണ്. അവർ ക്രിസ്തുയേശുവിലുള്ളവരെങ്കിലോ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളും അത്രേ എന്ന് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഇന്ന് സ്വർഗം നമുക്ക് പരദേശമല്ല. നാം പരദേശികളായിരിക്കുന്നത് ഈ ഭൂമിയിലാണ്. തുടർന്ന് പൗലോസ് പറയുന്നത്, നിങ്ങളെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു എന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാകുന്നു. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ആകുന്നു സഭയുടെ അടിസ്ഥാനം എന്ന അർത്ഥമല്ലിവിടെ. ശ്രദ്ധിക്കണേ, ഇവിടെ പറയുന്നത് അവർ തന്നെ വ്യക്തിപരമായി അടിസ്ഥാനമിട്ടു എന്ന അർത്ഥമാണ്. ആദിമസഭ അതിൻ്റെ ഉപദേശം പണിതുയർത്തിയത് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന്മേലായിരുന്നു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യത്തിൽ നിന്ന് വായിക്കുമ്പോൾ, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു എന്ന് നാം കാണുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാർ ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് വളരെയേറെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അവർ പഴയ നിയമ പ്രവാചകന്മാരോ പുതിയ നിയമ പ്രവാചകന്മാരോ? അപ്പോസ്തലന്മാരോട് കൂടെ തന്നെ ഒരു വിഭജനമൊന്നും ഇല്ലാതെ അത് പറഞ്ഞിരിക്കുന്നതിനാൽ ഇത് പുതിയ നിയമ പ്രവാചകന്മാരെക്കുറിച്ച് തന്നെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. നാം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇത് ഉറപ്പാകും. എന്നാൽ ഈ അടിസ്ഥാനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉപദേശിക്കുന്നവർ എന്ന കാര്യത്തിൽ അറിയപ്പെട്ടിരുന്നതിനാൽ ഇവിടെ വ്യക്തമാകുന്ന ഒരു കാര്യം എന്തെന്നാൽ, സഭയുടെ അടിസ്ഥാനം ഈ പറഞ്ഞ വ്യക്തികളിലോ അവരുടെ സ്ഥാനത്തോ അല്ല, പിന്നെയോ അവരുടെ ഉപദേശത്തിലത്രേ. അതിലുപരിയായി നാം അവരെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ദൈവപ്രേരിതരായ ഉപദേഷ്ടാക്കന്മാരായും ദൈവിക വെളിപ്പാടുകളുടെ നാവായും ദൈവിക അധികാരത്തിൻ്റെ വാഹകരായും അത്രേ. പ്രായോഗികമായി പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം പുതിയ നിയമ വചനത്തിന്മേലാണ് സഭ പണിതിരിക്കുന്നത്. അവയത്രേ സഭയുടെ അടിസ്ഥാന രേഖകൾ. ഒരു പ്രാദേശിക സഭ അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെ ആയിക്കൊള്ളട്ടെ, വചനത്തെ എങ്ങനെ കാണുന്നു എന്നതിനെ അനുസരിച്ചായിരിക്കും ആ വ്യക്തിയുടെ നിലനിൽപ്പ്.
ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ എന്ന പ്രയോഗം വെളിപ്പെടുത്തുന്നത് സഭ പണിതുയർത്തിയിരിക്കുന്നത് ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേലാണ്, ആ പാറയിന്മേലാണ്. പൗലോസ് ഇത് വ്യക്തമാക്കുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ യേശുക്രിസ്തു എന്നിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. പത്രോസ് അതേക്കുറിച്ച് പറയുന്നത് പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലും നാം വായിക്കുന്നുണ്ട്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്തെന്നാൽ പത്രോസ് പറയുന്നു ആ പ്രധാന മൂലക്കല്ല് യേശുക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞാൽ പണ്ട് ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് കർത്താവ് പറഞ്ഞത് പത്രോസ് മനസ്സിലാക്കി എന്നാണ് അർത്ഥം. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പത്രോസിനോട് പറഞ്ഞു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന്. യേശു കർത്താവ് ഇവിടെ തന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. സഭ പണിയപ്പെട്ടിരിക്കുന്ന പാറ അവനാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനമിട്ടു. ക്രിസ്തുവാണ് പ്രധാന മൂലക്കല്ല്, അതെ പാറ. ഞാൻ ഇനിയും 2-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ 2 വാക്യങ്ങൾ കൂടി വായിക്കാം. 21ഉം 22ഉം വാക്യങ്ങൾ. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ഇവിടെ പഴയ നിയമ ദേവാലയത്തോടുള്ള സാമ്യം വ്യക്തമാണ്. എന്നിരുന്നാലും ഈ സാമ്യത്തിലൊരു വിപരീതത്വം വെളിപ്പെടുത്തിയിരിക്കുന്നു. ശ്രദ്ധിച്ചോ, യെരുശലേമിലെ ദേവാലയത്തിൽ അനേകം കെട്ടിടങ്ങളുണ്ടായിരുന്നു. ഏതായാലും ഇവിടെ പൗലോസ് വ്യത്യസ്തങ്ങളായ കെട്ടിടങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. മൊത്തത്തിലുള്ള ഘടനയിൽ ഓരോ വിശ്വാസിയും ചേർന്നിരിക്കുന്നു എന്നാണ് പൗലോസ് അർത്ഥമാക്കുന്നത്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പൗലോസ് ഈ പറഞ്ഞതുപോലെ അത് അവതരിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന മന്ദിരമാകുന്നു സഭ എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. പൗലോസിൻ്റെ സമയത്ത് ഹെരോദാവിൻ്റെ ദൈവാലയം തീരാതെ കിടക്കുകയായിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ സമയമായപ്പോഴേക്കും അത് 40 വർഷങ്ങൾ പണിത് കഴിഞ്ഞിരുന്നു. അത് AD 70 നശിപ്പിക്കപ്പെട്ടു. അത് നശിപ്പിക്കപ്പെട്ടപ്പോൾ പോലും അത് മുഴുവൻ പണിത് കഴിഞ്ഞിരുന്നില്ല. സഭ ഇന്ന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയാകും. വിശുദ്ധ മന്ദിരമായി വളരുന്നു എന്ന് നമ്മൾ വായിച്ചല്ലോ. അത് കർത്താവിലൊരു വിശുദ്ധ മന്ദിരമായി വളരുന്നു. അത് ഇന്നും പണി തീർന്നിട്ടില്ലാത്തതാകുന്നു എന്ന വസ്തുത ഇത് സ്ഥിരീകരിക്കുന്നു. ഘടനയും വ്യത്യസ്തമാണ്. ഒരു കല്ലിൻ്റെ മേൽ വേറൊരു കല്ല് എടുത്തു വയ്ക്കുകയല്ല, ഈ മന്ദിരം വളരുകയാണ്. നിർജീവമായ വസ്തുക്കളെ ദൈവമെടുത്ത്, അതായത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരെ എടുത്ത് ജീവൻ നൽകി, ജീവനുള്ള വീണ്ടും ജനിച്ച കല്ലുകൾ ജീവനുള്ള മന്ദിരമായി വളരുന്നു. മനോഹരമല്ലേ? പണിയായുധങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാതെ ശലോമോൻ്റെ ദൈവാലയം പണിതതുപോലെ വീണ്ടും ജനനത്തിലൂടെയും ആത്മസ്നാനത്തിലൂടെയും പരിശുദ്ധാത്മാവ് ശാന്തമായി ഓരോ മരിച്ച പാപിയെയും ജീവനുള്ള ദൈവാലയത്തിലേക്ക് വയ്ക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു വരിക്കുന്നു. ഇതിനെ ഒരു വിശുദ്ധ മന്ദിരം എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഇത് വിശുദ്ധമായിരിക്കുന്നത് വിശുദ്ധാത്മാവ് ഇതിൽ വസിക്കുന്നു എന്നതിനാലാണ്. പരിശുദ്ധാത്മ സ്നാനത്താൽ രക്ഷിക്കപ്പെട്ട പാപി കർത്താവിലായി തീർന്നു. പരിശുദ്ധാത്മാവ് ഓരോ വിശ്വാസിയിലും അധിവസിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡ സ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. സഭ, അതെ, ക്രിസ്തുവിൻ്റെ ശരീരം ഒരു നിവാസമാകുന്നു. ആത്മാവിൽ ദൈവത്തിൻ്റെ ഒരു സ്ഥിരമായ മന്ദിരം.
വിശ്വാസികൾ ഒരു മന്ദിരത്തിൽ ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ സന്നിഹിതനായിരിക്കും. ആ അർത്ഥത്തിൽ ദൈവം ആ മന്ദിരത്തിൽ ഉണ്ടാകും. ഇന്ന് ദൈവം വിശ്വാസികളിലാണ് അധിവസിക്കുന്നത്, ഒരു മന്ദിരത്തിലല്ല. ദൈവത്തെ മനുഷ്യനിർമ്മിതമായ ഒരു ഘടനയിൽ ഒതുക്കി നിർത്തുവാൻ ശ്രമിക്കുന്നത് വിജാതീയ തത്വശാസ്ത്രമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും തേജസ്സും ഭൂമിയിൽ വെളിപ്പെടുത്തുക എന്നതാണ് സഭ ഒരു മന്ദിരമായിരിക്കുന്നതിൻ്റെ ഉദ്ദേശം. വിശ്വാസികൾ ഒരു ദൈവാലയത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ലോകത്തിന് അതൊരു സാക്ഷ്യമായിരിക്കും. അതായത് ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് എന്ന സാക്ഷ്യം. ഒരു ആരാധനയിൽ ദൈവത്തെ കണ്ടെത്താമെന്ന് ലോകം അറിയണം. എൻ്റെ ചോദ്യം, ഇന്നത് സാധിക്കുമോ എന്നത്രേ. ദൈവ സാന്നിധ്യമുണ്ടെന്ന് തെളിയിക്കത്തക്കവണ്ണം നമ്മുടെ ആരാധനകൾ തീർന്നിരുന്നെങ്കിൽ കൂടുതൽ ആളുകൾ അവിടേക്ക് ആകർഷിക്കപ്പെട്ടേനെ. എത്ര മനോഹരമാണല്ലേ! നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണത്. നമുക്ക് അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് ശ്രവിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ കാൽവറി ക്രൂസിലെ മരണത്താൽ തൻ്റെ രക്തം മൂലം മാനവജാതിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളായിരുന്നു നമ്മൾ ചിന്തിച്ചത്. അവിടുത്തെ മരണം മൂലം ദൈവത്തോടുള്ള നമ്മുടെ ശത്രുത മാത്രമല്ല, മനുഷ്യർക്കിടയിലുള്ള അസമത്വങ്ങളും അസ്വസ്ഥതകളും ശത്രുതയും ഒക്കെ നീക്കുക എന്നുള്ള ഉദ്ദേശം കൂടെ അതിൻ്റെ പിന്നിലുണ്ട്. ദൈവം ഒരുക്കിയിരിക്കുന്ന എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും പ്രാപിച്ചെടുക്കുവാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കട്ടെ. തുടർന്നും നിങ്ങളോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. TWR ജീവസന്ദേശം ബൈബിൾ പഠനങ്ങൾ അടങ്ങിയ മീഡിയ പ്ലെയർ ലഭ്യമാണ്. ഇത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലായി ജീവിക്കും